السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وإنه لحب الخير لشديد أفلا يعلم إذا بعثر ما في القبور. اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അതിരടിയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, ഈ ലോകത്തെ പടച്ചു പരിപാലിക്കുന്ന പടച്ച തമ്പുരാന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമേ എന്ന് ആമുഖമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമദാൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞ് ആദ്യ വെള്ളിയാഴ്ചയാണ് ഞാനും നിങ്ങളും ഒത്തുകൂടിയിരിക്കുന്നത്. റമദാൻ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഒരു മാസ കാലഘട്ടമായിരുന്നു. എന്നാൽ ആ മാസത്തിന്റെ അപ്പുറം ശവ്വാൽ 1 ശേഷം ആ റമദാനിന്റെ പവിത്രതയും നമ്മൾ നേടിയെടുത്തിട്ടുള്ള തഖ്വയുടെ സൂക്ഷ്മതയുടെ പാഠവുമൊക്കെ ഇപ്പോഴും ജീവിതത്തിന്റെ ഒരു ഭാഗത്ത് പടച്ചവനെ പേടിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധം അല്ലെങ്കിൽ ഒരു ആത്മപരിശോധന അനിവാര്യമാണ്. ലഅല്ലകും തത്തഖൂൻ എന്നായിരുന്നു നോമ്പിന്റെ ഭാഗമായി, നോമ്പിന് ലക്ഷ്യമായിട്ട് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. സൂക്ഷ്മത കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത്. ആ സൂക്ഷ്മത കൈവരിക്കുക എന്ന് പറഞ്ഞാൽ നോമ്പ് കാലത്തിന്റെ ശേഷവും എൻ്റെ ആരാധനാ കർമ്മത്തിലും സൽക്കർമ്മത്തിലും അത് നിലനിർത്തുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. മനുഷ്യൻ എന്ന് പറയുന്നത് നിസ്സാരനാണ്, അല്ലേ? ഭൗതിക ജഡവും അഭൗതിക ആത്മാവും കൂടി ചേർന്നാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒന്നാണ് ആത്മാവ്, കേൾക്കുക മാത്രം ചെയ്തിട്ടുള്ള ഒന്ന്. അങ്ങനെ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത, കേൾക്കുക മാത്രം ചെയ്തിട്ടുള്ള ആത്മാവെന്ന് പറയുന്ന ഒന്ന് നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്നാണോ നമ്മുടെ സമ്മതം ചോദിക്കാതെ വിട പറയുന്നത്, അന്ന് നമ്മെ ആളുകൾ വിളിക്കുന്ന പേരാണ് മയ്യത്ത് എന്ന് പറയുന്നത്. അങ്ങനെ എന്നെയും നിങ്ങളെയും ഒക്കെ ആ പേരിട്ട് ഇന്നോ നാളെയോ വിളിക്കുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ആ ജീവിതം, ഈ ജീവിതം എന്ന് പറയുന്ന ഒന്ന് അവസാനിച്ച് പരലോകമെന്ന് പറയുന്ന ജീവിതത്തേക്ക് യാത്ര പോകുമ്പോൾ
എൻ്റെ കയ്യിൽ എന്താണ് അള്ളാഹിന്റെ മുമ്പിൽ സമർപ്പിക്കാനുള്ളത് എന്നതിനെ കുറിച്ച് നമ്മൾ നിരന്തരം ചിന്തിക്കേണ്ടതുണ്ട്. ട്രാഫിക് സിഗ്നൽ നമുക്ക് മനസ്സിലാക്കാം. അതിൽ വലിയൊരു പാഠമുണ്ട്. 3 ലൈറ്റുകളാണുള്ളത്. ഒന്ന് ചുവപ്പാണ്, ഒന്ന് മഞ്ഞയാണ്, ഒന്ന് പച്ചയാണ്. ചുവപ്പെന്ന് പറയുന്നത് നിർത്താനുള്ള സിഗ്നലാണ്. പച്ച എന്ന് പറയുന്നത് സഞ്ചരിക്കാനുള്ളതാണ്. നമ്മൾ നോമ്പിന് ചുവപ്പ് സിഗ്നലിൽ കുറെ കാര്യങ്ങൾ നിർത്തി വച്ചിട്ടുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ നോമ്പോട് കൂടിയിട്ട് പച്ച സിഗ്നൽ കൊടുത്ത് ഹലാലും ഹറാമും ഒക്കെ മനസ്സിലാക്കാത്ത രീതിയിലേക്ക് ആക്കിയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം നമ്മൾ നമ്മോട് ചോദിക്കേണ്ടതുണ്ട്. ആലോചിച്ച് നോക്കുക. ജീവിതയാത്രയിൽ സമ്പത്ത് എന്ന് പറയുന്ന ഒരു കാര്യം വലിയ അനുഗ്രഹമാണ്. ആ സമ്പത്തിനെ എങ്ങനെയാണ് നമ്മൾ വിനിയോഗിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ചെറിയ ചിന്തകൾ മാത്രം പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മളെ എല്ലാ മനുഷ്യരെടുത്ത് നോക്കിയാലും പണത്തിന് വേണ്ടിയിട്ടായിരിക്കും കൂടുതൽ ആളുകളും ജീവിക്കുന്നത്, അല്ലെ? മനുഷ്യരിൽ ചിലർ തന്നെ പണത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്നവരെ കാണാൻ പറ്റും. ചിലരാകട്ടെ ജീവിക്കാൻ വേണ്ടിയിട്ട് പണം കണ്ടെത്തുന്നവരാണ്. എന്നാൽ പണത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിൽ ലക്ഷ്യമെന്ന് പറയുന്നത് പണം മാത്രമാണ്, സമ്പത്ത് മാത്രമാണ്. അതെങ്ങനെയും നേടിയെടുക്കുക എന്ന് പറയുന്നത് മാത്രമായിരിക്കും ലക്ഷ്യം. അതിന് മാർഗം ആരും അന്വേഷിക്കാറില്ല. അത് ഏതോ മാർഗത്തിലൂടെയാണെങ്കിലും എനിക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ധനം സമ്പാദിക്കുകയും ആളുകളുടെ ഇടയിൽ ഒരു സ്റ്റാറ്റസ് ഉണ്ടാകുന്ന, ആളുകളുടെ ഇടയിൽ ഒരു പ്രശസ്തനാണ് എന്ന് പറയാൻ ആളുകൾ പറയണമെന്ന രീതിയിലായിരിക്കും പലപ്പോഴും അത്തരം ചിന്താഗതിയുള്ള ആളുകൾ ജീവിക്കുക എന്നുള്ളതാണ്. എന്നാൽ രണ്ടാമത്തെ വിഭാഗക്കാർ, അതായത് ജീവിക്കാൻ വേണ്ടിയിട്ട് പണം കണ്ടെത്തുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിക്കാനുള്ള പണം മാത്രം അവര് സമ്പാദിച്ച് സ്വരൂപിച്ചു വെക്കുകയും ബാക്കിയുള്ള സമ്പാദ്യത്തെ ദാനധർമ്മമായി ആളുകളുടെ പ്രയാസങ്ങളെ കണ്ടറിഞ്ഞ് സഹായിക്കുകയും ചെയ്യുന്നവരായിരിക്കും. ഞാൻ എന്നെ കുറിച്ച് ചിന്തിച്ചു നോക്കാം. എൻ്റെ സാമ്പത്തിക മേഖലയിൽ ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ധനസമ്പാദ്യമാണോ, അതല്ല ആളുകൾക്കിടയിൽ ഞാനൊരു ധനാഢ്യനാണ്, കുഴപ്പമില്ലാത്തൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവനാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ധനസമ്പാദ്യമാണോ എന്റെ ജീവിതം എന്ന് ചിന്തിച്ചു നോക്കാം. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, മനുഷ്യരിൽ ചിലര് ധനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ധനത്തെ അമിതമായിട്ട് സ്നേഹിക്കുന്നവരാണ്. ദൈവത്തെ നിഷേധിക്കുന്ന അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാത്ത ആളുകളെ കുറിച്ച് പറഞ്ഞിടത്താണ് വൈനഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ് എന്ന് പറഞ്ഞത്. അതായത് അവൻ ധനത്തിനോട് അമിതമായിട്ട് സ്നേഹമുള്ളവനാണ്. അള്ളാഹുവിന് നന്ദികേട് കാണിക്കുന്ന ആളുടെ ലക്ഷണമായിട്ട് പറഞ്ഞതാണ്. ധനത്തോട് അങ്ങേയറ്റ കഠിനമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളാണ്. അത്തരം ആളുകളോട് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറയാണ്, അഫലാ യഅലമു ഇദാ ബുഅ്സിറ മാ ഫിൽ ഖുബൂർ. അല്ല, ചിന്തിക്കുന്നില്ലേ അല്ലെങ്കിൽ അറിയുന്നില്ലേ എന്ത്? യഅലമു ഖുബൂർ, അതായത് തന്റെ ഖബറുകളൊക്കെ ഇളക്കി വിടുന്ന ഒരു അവസ്ഥയെ കുറിച്ച് എന്താക്കുന്നില്ലേ, നീ അറിയുന്നില്ലേ? ഒരു ചോദ്യം ചോദിക്കണം. വലിയൊരു ചോദ്യമാണ്. അതായത് സമ്പത്ത് ഇങ്ങനെ നേടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പറയാണ്, പരലോകത്തേക്ക് പോകുന്ന സമയത്ത് ഒന്നും കൊണ്ടുപോകാതെയാണ് എല്ലാ മനുഷ്യരും എന്താകുന്നത്, അവിടേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. എനിക്ക് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് എന്റെ സഹോദരനോ അതല്ലെങ്കിൽ കുടുംബക്കാരോ ഒക്കെ മരണപ്പെട്ടു പോയാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എത്ര വലിയ പളപളക്കുന്ന വസ്ത്രം ധരിച്ചാലും, എത്ര വില കൂടിയ വാച്ച് ധരിച്ചാലും, എത്ര വില കൂടിയ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാലും ശരി, അവയൊന്നും കൊണ്ടുപോകാതെ ഇവിടെ തന്നെ നിക്ഷേപിച്ചുകൊണ്ട് ഇവിടെ തന്നെ വെച്ചുകൊണ്ട് ഞാൻ പോലും അറിയുന്നില്ല അതൊക്കെ ആരുടെ കയ്യിലാണെന്ന് പോലും അറിയാതെ പോകുന്ന ഒരു യാത്രയാണ് പരലോകത്തേക്കുള്ള യാത്ര എന്ന് പറയുന്നത്. അവിടെയാണ് ഖബറിലേക്ക് പോകുന്നതും ഖബറിന് ശേഷമുള്ള ഒരു ജീവിതത്തെ കുറിച്ചും ഈ ധനത്തിന് വേണ്ടിയിട്ട് ഓടി നടക്കുന്ന മനുഷ്യ നീ ചിന്തിക്കുന്നില്ലേ എന്ന് ഖുർആൻ എന്താക്കുന്നത് നമ്മോട് ആവശ്യപ്പെടുന്നത്. ഒന്നും കൊണ്ടുപോകാൻ പറ്റൂല, ഒന്നും. അലക്സാണ്ടർ ചക്രവർത്തിയെ കുറിച്ച് ചരിത്രം പറയുന്നത് അങ്ങനെയാണ്. ലോകം വെട്ടിപ്പിടിച്ചിട്ടുള്ള ചക്രവർത്തിയാണ് അലക്സാണ്ടർ ദി ഗ്രേറ്റ് എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹം മരിക്കാൻ നേരത്ത് പറയുന്നുണ്ട് അത്രേ, ഞാൻ മരിച്ചു പോകുന്ന സമയത്ത് എന്റെ ഇരു കൈകളും ഈ ശവപ്പെട്ടിക്ക് പുറത്തേക്ക് ഇട്ടുകൊണ്ടായിരിക്കണം പോകേണ്ടത്. കാരണം ഞാൻ ലോകം വെട്ടിപ്പിടിച്ചിട്ടുള്ള അലക്സാണ്ടർ എന്ന് പറയുന്ന മനുഷ്യൻ, ഞാൻ ഇവിടുന്ന് പോകുമ്പോ ലോകമറിയട്ടെ ഒരു മോതിരം പോലും ഇവിടുന്ന് കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ്. ഒരു മോതിരം പോലും ഇവിടുന്ന് കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ്. നമ്മളെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. നമ്മുടെ രാവിലെ തന്നെ ഏറ്റവും നല്ല പളപളക്കുന്ന വസ്ത്രം ധരിച്ച്
നല്ല തേച്ചു മിനുക്കിയിട്ടുള്ള ശരീരം, ഇത് മരണത്തിന് ശേഷം എങ്ങനെയാണ് ഉയർത്തെഴുന്നേൽക്കപ്പെടുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു വസ്ത്രവും ഇല്ലാത്ത രീതിയിൽ, അല്ലെ, ആരും തിരിച്ചറിയാത്ത രീതിയിൽ, നമുക്ക് നമ്മളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു രീതിയിലാണ് പരലോകത്തേക്ക് നമ്മൾ പോകുന്നത്. അവിടെ എനിക്കൊന്നും ഉപകരിക്കുന്നില്ല, എന്തല്ലാതെ ഞാൻ സമ്പാദിച്ചിട്ടുള്ള സൽക്കർമ്മങ്ങളല്ലാതെ എനിക്ക് എന്താകുന്നില്ല, ഒന്നും സമ്പാദിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ പെരുന്നാളിന്റെ ഫസ്റ്റ് ദിവസം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാർ തന്നെയാണ് ഭക്ഷണത്തിന്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനത്ത്. ഭക്ഷണം മാത്രം എടുത്തു നോക്കിയാൽ മതി, എത്ര പണമാണ് ഭക്ഷണത്തിന്റെ പേരിൽ പൊട്ടിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ വസ്ത്രം എടുത്തു നോക്കിയാൽ ഒരാൾക്ക് ധരിക്കാൻ ഒരു വസ്ത്രം മതി, പക്ഷേ എത്ര വസ്ത്രങ്ങളാണ് നമ്മൾ വാങ്ങിക്കൂട്ടിയിട്ടുള്ളത്. അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ഈ ശാശ്വതകാലം മരിക്കുന്നത് വരെ എന്റെ സമ്പത്ത് ഒരു കുറവും പോലും വരുത്താതെ അതിങ്ങനെ നിലനിന്ന് പോകുന്ന ഒരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്. അതായത് ധനങ്ങനെ എണ്ണി നോക്കപ്പെടുന്ന ആൾക്ക് നാശം. ചില ആളുകൾ ഉണ്ടാവും, അനങ്ങിയാൽ പണത്തെ കുറിച്ച് മാത്രം ചിന്തിച്ച് അതിലെ കുറയുമ്പോഴത്തേക്ക് അതിന്റെ കണക്കുകൾ പറയുന്ന മനുഷ്യനുണ്ട്. എന്നിട്ട് പറയാണ് ആളുകളെ കുറിച്ച് അവരുടെ ധനം അവരെ ശാശ്വതമാക്കി എന്ന് അവരെന്താക്കാണ് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ പണം കൊണ്ട് എനിക്ക് എന്തും ചെയ്യാം, എല്ലാം നേടാമെന്നൊരു തെറ്റിദ്ധാരണ ഉണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, പണത്തിന് നേടിത്തരാൻ സാധിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. അമേരിക്കയില് ഒരു ഡോളറിന്റെ പിന്നിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ള ചില സത്യങ്ങളുണ്ട്. വലിയൊരു ഡോളറാണ്. ആ ഡോളറിന്റെ പിന്നാമ്പുറത്ത് കുറച്ചിങ്ങനെ എഴുത്തുകൾ എഴുതി വെച്ചിട്ടുണ്ട്. പണം നിങ്ങൾക്ക് നേടിത്തരാൻ സാധിക്കാത്ത ചില കാര്യങ്ങളെ കുറിച്ചാണ്. ഒന്ന്, ഏറ്റവും മനോഹരമായിട്ടുള്ള വീട് നിങ്ങൾക്ക് സമ്പത്ത് സമ്മാനിക്കും, എന്നാൽ ഏറ്റവും സമാധാനപരമായിട്ടുള്ള ഉറക്കം നിങ്ങൾക്ക് പണം കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല. രണ്ടാമതായിട്ട് എഴുതി വെച്ചിട്ടുള്ളത്, ഏറ്റവും നല്ല ഘടികാരങ്ങൾ, വാച്ചുകൾ നിങ്ങൾക്ക് പണം കൊടുത്തു വാങ്ങാൻ പറ്റും, പക്ഷേ ഒരു മനുഷ്യന്റെ ജീവിതത്തിലും നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു മിനിറ്റ് പോലും പണം കൊടുത്ത് ആർക്കും തന്നെ വാങ്ങുവാൻ സാധ്യമല്ല എന്നുള്ളത്. ഏറ്റവും നല്ല 10 മെത്ത കട്ടിലുകൾ വാങ്ങാൻ പറ്റും, എന്നാൽ ഒരു മനുഷ്യനും പണം കൊടുത്ത് ഉറക്കത്തെ വാങ്ങുവാൻ സാധ്യമല്ല. അതേപോലെ തന്നെ എന്താകാൻ പറ്റും, ഒരുപാട് വിലപിടിപ്പുള്ള മരുന്നുകൾ നിങ്ങൾക്ക് പണം കൊടുത്ത് വാങ്ങാൻ പറ്റും, എന്നാൽ ആരോഗ്യത്തെ എന്താക്കാൻ പറ്റില്ല, പണം കൊടുത്ത് വാങ്ങുവാൻ സാധ്യമല്ല. ഞാൻ പറഞ്ഞത്, പണമില്ലാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് എങ്ങനെയെങ്കിലുമൊക്കെ ധനം സമ്പാദിക്കുക എന്നായിരിക്കും. എന്നാൽ ധനാഢ്യനായിട്ടുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്റെ പണം കൊണ്ട് എനിക്ക് എത്ര ആളുകൾക്ക് ഒരു അത്താണിയാകാൻ സാധിക്കുമെന്നതിനെ കുറിച്ച് എന്താക്കാൻ പറ്റണം, ചിന്തിക്കാൻ പറ്റണം. അപ്പം പണം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ നിഅമത്താണ്, അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്. അനുഗ്രഹം എന്ന് മാത്രമല്ല, ഫിത്ന എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്നത്തുന്ന, പരീക്ഷണമാണ്. പരീക്ഷണം എന്ന് പറഞ്ഞാല് നമുക്കൊരു എക്സാം എന്ന് പറഞ്ഞാല് വിജയിക്കൂലേ എന്ന് അറിയാനുള്ള ഒരു പരീക്ഷണമാണ്. ഇതേപോലെ ജീവിതത്തിൽ ഒരാൾക്ക് സമ്പത്ത് നൽകുക എന്ന് പറയുന്നത് പരീക്ഷണമാണ്. എന്താണ് പരീക്ഷിക്കുന്നത്? ആ സമ്പത്ത് കൊണ്ട് ഏറ്റവും നല്ല പ്രവർത്തനം ആരാണ് കാഴ്ചവെക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാ ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയിട്ടാ? അയ്യുക്കും അഹ്സനു അമലാന്ന, ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് ആര് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ അറിയാൻ പറ്റുക? ഏറ്റവും നല്ല പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ധാരാളം ചെയ്യുക എന്നുള്ളതല്ല, പിന്നെ മനസ്സറിഞ്ഞ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല പ്രവർത്തനം. സ്വഹാബികളുടെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാല് സമ്പത്തിന്റെ വിഷയത്തില് അവര് കൂട്ടിങ്ങനെ വെക്കുന്ന ആളുകളല്ലായിരുന്നു. പിന്നെയോ തുറന്ന കൈകളോട് കൂടിയിട്ട് ആളുകൾക്ക് തന്റെ സമ്പത്തിൽ നിന്ന് ആളുകളെ സഹായിക്കാൻ മനസ്സുള്ളവരായിരുന്നു സ്വഹാബികൾ. അബൂബക്കർ റളിയല്ലാഹു ചരിത്രം മാത്രം പഠിച്ചാൽ മതി. തബൂക്ക് യുദ്ധത്തിന്റെ ചരിത്രം എനിക്കും നിങ്ങൾക്കും അറിയാം. തബൂക്ക് യുദ്ധത്തിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ സ്വത്തും കൊണ്ടുവരുന്നുണ്ട്. അവിടെ ഉമർ റളിയല്ലാഹുവും ഉസ്മാൻ റളിയല്ലാഹുവും അതേപോലെ തന്നെ സ്വഹാബികളിലെ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ സമ്പത്ത് കൊണ്ടുവരുന്നുണ്ട്. അവിടെ നമുക്കറിയാം ചരിത്രത്തില് സമ്പത്തിന്റെ കാര്യത്തിൽ, പണത്തിന്റെ കാര്യത്തിൽ തോൽപ്പിക്കാൻ പറ്റാത്ത ഒരാളെന്ന് പറയുന്നത് അബൂബക്കർ റളിയല്ലാഹു ആണ്. കാരണം ഒരാൾക്കും അദ്ദേഹത്തിനെ ആ വിഷയത്തിൽ തോൽപ്പിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു വെറുതെ ചോദിക്കുന്നതിന് തമാശക്ക് അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. ഉമർ റളിയല്ലാഹു ചോദിക്കും, തന്റെ സ്വത്തിന്റെ പകുതിയും കൊണ്ടുവന്നിട്ടാ ചോദിക്കുന്നത്. അല്ലയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അബൂബക്കർ റളിയല്ലാഹു എത്ര കൊണ്ടുവന്നിട്ടുണ്ട്, തന്റെ സമ്പത്തിൽ എത്ര കൊണ്ടുവന്നിട്ടുണ്ട്, അത് അറിയാനുള്ള ജിജ്ഞാസയാണ്. കാരണം
തന്റെ സ്വത്തിന്റെ പകുതിയും കൊണ്ടുവന്നിട്ടാണ് ആര് വരുന്നത്? ഇപ്രാവശ്യം അബൂബക്കർ റളിയല്ലാഹുവിനെ തോൽപ്പിക്കാൻ സാധിക്കുമെന്നുള്ള ഉറപ്പിലാണ് വരുന്നത്. അവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നത്, ഇനി അള്ളാഹുവിന്റെ റസൂല് മാത്രമാണ് അബൂബക്കർ റളിയല്ലാഹുവിന്റെ വീട്ടിലുള്ളത് എന്ന്. അദ്ദേഹം കൊണ്ടുവന്നുള്ളത് കുറച്ച് മാത്രമേ ഉള്ളൂ, പക്ഷേ കൊണ്ടുവരാൻ കാണിച്ചിട്ടുള്ള മനസ്സാണ് അവിടെ ഏറ്റവും പ്രധാനം. ഞാൻ പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, സമ്പത്തിന്റെ വിഷയത്തിൽ എനിക്ക് എത്രത്തോളം സൂക്ഷ്മതയുണ്ട്, എത്രത്തോളം ആത്മാർത്ഥമായിട്ട് അത് കൊടുക്കുവാനും ആ വിഷയത്തിൽ ഹലാലും ഹറാമും ഒക്കെ വേർതിരിച്ച് മനസ്സിലാക്കുവാനും സാധിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ച് നമ്മൾ എന്താക്കണം, ചിന്തിക്കണം. കാരണം മരിച്ചു കഴിഞ്ഞാൽ ഒന്നും കൊണ്ടുപോകാൻ സാധ്യമല്ല എന്നുള്ളത് നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അതിനാൽ ഏറ്റവും നല്ല രീതിയിൽ സമ്പത്ത് കരസ്ഥമാക്കുവാനും അത് വിനിയോഗിക്കുവാനും സാധ്യമാകുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഒരു സുഹൃത്ത് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ നമ്മുടെ പള്ളിയിലെ ഇമാമിൻ്റെ ഉമ്മയുടെ പെങ്ങൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്ക് ജന്നാത്തുൽ ഫിർദൗസ് പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹ്.